ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ആകത്തുകയാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സ്റ്റേറ്റസ് എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്താണ് ഇനി അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഒരു എനർജി ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കാം. ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, 3 ഓഫ് സോർഡ്സ് ആൻഡ് 4 ഓഫ് വൺസ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജിയിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഹീലിംഗ് പീരീഡിലേക്ക് ഇപ്പോൾ പതിയെ പോയിട്ടുണ്ടാവാം. അതായത് കാര്യങ്ങൾ സമചിത്തതയോടെ മനസ്സിലാക്കാനോ കുറച്ചും കൂടി എല്ലാ കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടൊക്കെ നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നേരത്തെ നിങ്ങൾ വളരെയധികം ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ലെവലിൽ നിന്നൊക്കെ മുന്നോട്ട് നിങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല കുറച്ചും കൂടി സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുണ്ടാവാം. കുറച്ചും കൂടി ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ എല്ലാം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. നേരത്തേനേക്കാൾ ഉപരിയായിട്ട് നല്ല രീതിയിലുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് പോകുന്ന അവസ്ഥ ആ ഒരു സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. കാരണം നമ്മൾ ഈ ഒരു ട്രസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്ന പോലെ ആ ഒരു വിശ്വാസത്തിലാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ഉത്കണ്ഠ അല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള ആ ഒരു ടെൻഷൻ കാര്യങ്ങളെല്ലാം വളരെ കുറവായിരിക്കും. എല്ലാം നമ്മൾ ആ ഒരു യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. യൂണിവേഴ്സിൻ്റെ ഒരു വിധി എൻ്റെ ജീവിതത്തിൽ നടപ്പായിക്കോട്ടെ, ഞാൻ എല്ലാം യൂണിവേഴ്സിന് സമർപ്പിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ പോകുന്നവരുടെ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അമിതമായിട്ടുള്ള ദേഷ്യം അല്ലാന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും വെറുപ്പ്, ഇപ്പോൾ നമ്മൾ ചിലരെ കാണാറുണ്ട്, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇങ്ങനെ അനുഭവിക്കണം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി അതൊന്നും നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവണമെന്നില്ല. കാരണം കുറച്ചും കൂടി ആ ഒരു മനസ്സിന് പക്വത വരുമ്പോഴാണ് നമുക്ക് ആ ഒരു മറ്റുള്ളവരെ ശപിക്കാനാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ കർമ്മയാണെന്ന് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളുടെ എനർജിയാണ്. അതേസമയം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഏതൊക്കെയോ മാനസിക ദുഃഖത്തിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ഹാർഡ്ഷിപ്സിലൂടെ പോകുന്ന ഒരവസ്ഥയാണ്. ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ചിലപ്പോൾ ആ വ്യക്തി ആരെങ്കിലും ചീറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടോ എന്നാണെന്നുണ്ടെങ്കിലും ഒരു മനസ്സിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയാം. അതുപോലെ തന്നെ നഷ്ടബോധമുണ്ട്. ആ ഒരു ലോസ് എഫക്റ്റ് ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു ഏരിയയിലൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ഓവറോൾ എനർജിയിൽ ആ ഒരു സാഡ്നെസ് നല്ല രീതിയിൽ കാണാം. സാഡ്നെസ് മാത്രമല്ല, മാനസിക ദുഃഖം കാര്യങ്ങളൊക്കെ കാണുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റീയൂണിയനാണ്. അപ്പോൾ തീർത്തും നോ കോണ്ടാക്റ്റിൽ പോയിരിക്കുന്ന വ്യക്തികളുടെയൊക്കെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. രണ്ടുപേരും രണ്ട് തട്ടിലേക്ക് ആയിക്കഴിഞ്ഞു, രണ്ടവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോമൺ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് പോലെ തന്നെ ആഗ്രഹിക്കുന്നത് ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ആഗ്രഹിക്കുന്ന രണ്ട് സിറ്റുവേഷനിലാണ്, രണ്ട് മാനസികാവസ്ഥയിലാണ്. പക്ഷേ ഒരു നല്ല ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറി ഒരു സന്തോഷത്തോടെയുള്ള റീയൂണിയൻ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു എനർജി, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും അത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഈ ലോകത്തിൻ്റെ എവിടെ ഇരുന്നു കൊണ്ടാണെന്നുണ്ടെങ്കിലും രണ്ട് മനസ്ഥിതിയിലും ഒന്ന് ചേരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം തീവ്രമായിട്ട് നിൽക്കുന്ന എനർജിയിലുള്ള വ്യക്തികളുടെ ഒരു സ്പ്രെഡ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് മെയിനായിട്ട് സ്പ്രെഡ് എടുക്കാം.
ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 6 of swords, Ace of swords, Oracle of Pentacles, 2 of Pentacles, Elder of Wands, Ace of Pentacles, 4 of Wands, Champion of Swords, Justice, 4 of Swords, 5 of Wands, the Emperor, 3 of Swords, Champion of Pentacles, 4 of Cups, Apprentice of Wands. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും, നമ്മൾ നേരത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി, ആ ഒരു മ്യൂച്വൽ എനർജിയൊക്കെ എടുത്തപ്പോൾ വന്ന ആ ഒരു സെയിം കാർഡ്സ് നമുക്ക് ഇതിനകത്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് നമുക്ക് 3 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമുക്ക് ആ ഒരു സെയിം 3 ഓഫ് സോഡ്സ് എനർജി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ആ ഒരു ജഡ്ജ്മെൻറ്റ് എനർജി നമുക്ക് അവിടെ കിട്ടിയിരുന്നു. ഇവിടെ നമുക്ക് ആ ഒരു ജസ്റ്റിസ് എനർജി വന്നിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ പറഞ്ഞു രണ്ടുപേരും ഒരേപോലെ ആഗ്രഹിക്കുന്നത് ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ആ ഒരു 4 ഓഫ് വൺസ് എനർജിയും നമുക്കിതിനകത്ത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് അത്രയും അക്യുറേറ്റ് ആയിട്ടാണ് നിങ്ങളുടെ എനർജീസ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ ഒന്നിനോടും ഭയങ്കരമായിട്ടുള്ളൊരു അമിതമായിട്ടുള്ള ആവേശം അല്ലാന്നുണ്ടെങ്കിൽ ആങ്സൈറ്റി ടെൻഷനൊന്നും ഇല്ലാതെ വളരെ ഒരു പീസ്ഫുൾ മൈൻഡ് സെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം ഈ ഒരു 6 ഓഫ് സോഡ്സ് എനർജിയാണ്. അതായത് നിങ്ങൾ കുറച്ചും കൂടി പക്വത കൈവരിച്ച ആ ഒരു രീതിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഹീലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. നേരത്തെ അത്രയും ആ ഒരു പെയിനോ കാര്യങ്ങളോ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതേസമയം നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് മാറിയപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കും ആ ഒരു ഷിഫ്റ്റ് നല്ലതുപോലെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഏത് സൈഡിലാണോ അവിടെ നിൽക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ആ ഒരു സ്ഥലത്തിനേക്കാൾ പ്രിയപ്പെട്ടതായിട്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനൊക്കെ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. കൂടുതലും ഒരു കോൺവെർസേഷൻ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഒന്ന് ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഓവറായിട്ട് എനർജി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തേടി വരുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും റീഡിങ്ങിൽ പറയുന്നതാണ് റണ്ണർ ചേസർ എനർജിയിൽ പോകരുത് എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നേരത്തെ ആ ഒരു എനർജിയിൽ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ്റെ കാര്യം അത് നമ്മളിവിടെ നോക്കിയിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു, ആ ഒരു പേഴ്സൻ്റെ പുറകെ പോകുന്നു, അവർ അവരുടെ വഴിക്ക് പോകുന്നു, ആ ഒരു എനർജി ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു മെച്യൂരിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ ബാലൻസ് ഒക്കെ വന്നൊരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം. ഇപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ അവരുടെ പുറകെ ഓടി നടക്കാതെ ആ ഒരു വ്യക്തിക്ക് അവർ നമ്മളോടുള്ളൊരു സ്നേഹം കൊണ്ട് നമ്മളിലേക്ക് വരുമ്പോഴാണ് അതിനൊരു പൂർണ്ണത ഉണ്ടാകുന്നത്. നമ്മൾ അവരുടെ പുറകെ ബെഗ് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു വിഷമാവസ്ഥ പറഞ്ഞ് അവരുടെ ഒരു സിമ്പതി കൊണ്ട് നമ്മളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ആ ഒരു വ്യക്തി നമ്മളെ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മളിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ നേരത്തെ പറഞ്ഞു അവരിപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷൻ ഏതാണോ അവിടെ അവർക്കത്ര താല്പര്യമില്ല അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മടുത്തിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി പോരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ അവർ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ നേരത്തെ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നേരത്തെ ഫുൾ ഒരു എനർജി ഇപ്പോൾ ഇവരുമായിട്ട് നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ഓൺലൈനിൽ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എപ്പോഴും ഇവരെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ചിന്തകൾ കൊണ്ട് അത്രയും ഇതായിരുന്നു നിങ്ങളുടെ ഒരു എനർജി മുഴുവൻ ഇവർക്കാണ് നിങ്ങൾ കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഇവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഏതാണോ അവിടെ അവർ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ ഒരു പേഴ്സണ് താല്പര്യമില്ല എന്ന് തന്നെ പറയാം. അവിടെ ഈ ഒരു വ്യക്തി വളരെയധികം സൈലൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ ഒരുപോലെ ലൈഫിൽ കൊണ്ടു നടന്ന് അത് താഴെ പോയൊരു വ്യക്തി തന്നെയാണ്.
അതിലൊരു കാര്യം നിങ്ങളായിരിക്കാം, മറ്റൊരു കാര്യം മറ്റൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഒരു ഘട്ടത്തിൽ അതിനായിരിക്കാം ഈ ഒരു പേഴ്സൺ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ളൊരു ഒരേപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കയറി വരുമ്പോൾ പലപ്പോഴും പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും അതിനകത്ത് പ്രയോറിറ്റിയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്നീ പറഞ്ഞൊരവസ്ഥയിൽ ചിലപ്പോൾ ആദ്യമേ നിങ്ങളെ നല്ല രീതിയിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതായിരിക്കാം. പക്ഷേ മറ്റൊരു സാഹചര്യമോ മറ്റൊരു വ്യക്തിയോ ഒക്കെ കടന്നു വന്നപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെ താഴെ പോയി ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലും മനസ്ഥിതി കാണിക്കാഞ്ഞ ഒരു വ്യക്തിയായിരിക്കും. എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ നിങ്ങൾ ഇത്രയും പാടുപെട്ട് ഒരു ഹീലിങ്ങിലേക്കൊക്കെ പോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്പിരിച്വൽ അപ്ഗ്രഡേഷനിലേക്കൊക്കെ നിങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം സഫർ ചെയ്തിട്ടാണ് ആ ഒരു ലെവലിലേക്ക് പോകുന്നത്. ഇപ്പോൾ നോർമലി ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അങ്ങനെ പോകാൻ സാധിക്കില്ല. നമ്മുടെ ലൈഫിൽ പല അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ പല വിഷമത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരു പ്രോസസ്സ് പോലെയാണ് നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന രീതിയിലുള്ള ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങും കാര്യങ്ങളെല്ലാം ലൈഫിൽ സംഭവിക്കുക. അപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം ഒരു വേദന അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അത്രയും പെയിനൊക്കെ സഹിച്ച് അങ്ങോട്ട് പോയൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ചേർത്ത് നിർത്തിയത് ഏത് വ്യക്തിയോ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻ ആണോ, നിങ്ങൾ ഒഴിവാക്കിയിട്ട് അവർ ചേർത്ത് നിർത്തിയത് എന്താണോ, അവിടെ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരവിടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ അവിടെ അവർക്കിപ്പോൾ മടുപ്പുളവാകുന്നു എന്നുള്ളതാണ്. ആ ഒരു സൈഡിനോടുള്ള എല്ലാ താല്പര്യവും ഈ വ്യക്തിക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു സോൾ നിങ്ങളെ സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളോടൊരു താല്പര്യം ഈ ഒരു പേഴ്സണ് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞൊരു കാര്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവത്തിലൂടെ മാത്രം മനസ്സിലാക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ ആൾക്കാർ പറയുന്നത് പോലെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാത്ത അനുഭവത്തിൽ പഠിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ അനുഭവിച്ച് ഈ ഒരു പേഴ്സൺ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്തതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് കൂടുതലായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളായിരുന്നു ഈ ഒരു വ്യക്തിയുടെ പെർഫെക്റ്റ് പാർട്ണർ, അല്ലെങ്കിൽ കൂടെ വേണ്ടത് നിങ്ങളായിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്കുണ്ട്. നമ്മൾ ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ, നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി ഒരുപാട് ബേൺ ഔട്ട് ആയിട്ട് നിൽക്കുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ആഗ്രഹിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പം നമ്മളിതൊരു സോൾ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സോൾ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പതിവായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യം കിട്ടാതെ ആവുമ്പോഴുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ ഫീലിംഗ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരും നോ ആണെന്നുണ്ടെങ്കിൽ പോലും ഫിസിക്കലി നമ്മൾ വിചാരിക്കും കണക്ഷൻ ഇല്ല. പക്ഷെ നമ്മൾ മാറി നിൽക്കുമ്പോഴും അവരെക്കുറിച്ച് ചിന്തിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളുടെ എനർജി കൊടുക്കുമ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു പേഴ്സൺ അതൊരു ബൂസ്റ്റിംഗ് ആണ്. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ എനർജി നമ്മൾ അവർക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കിട്ടാതെ ആവുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടതുപോലെ 2 പേരും ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 2 പേരുടെയും മനസ്സിനകത്ത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ 2 പേരും 2 ലെവലിലാണ്. 2 തട്ടുകളിൽ നിൽക്കുകയാണ്. 2 പേരുടെയും അവസ്ഥകളും വെവ്വേറെയാണ്. അപ്പോൾ അവര് ഒരു ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ്, അല്ലാന്നുണ്ടെങ്കിൽ അവരെ വിധിയായിട്ട് പഠിപ്പിച്ചു കൊടുത്താണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളുടെ തന്നെ ഒരു എനർജിയെ വിശ്വസിച്ചാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ആ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫേം ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ജസ്റ്റിസ് വേണം എന്ന് ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ജസ്റ്റിസ് വരും എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മളൊരു കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. നമ്മൾ നമ്മളുടെ മനസ്സ് കൊടുത്ത് നമ്മൾ പറയാണ്, ഞാൻ ഇന്ന ഒരു കാര്യത്തിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നൊരു വ്യക്തിയാണ്, എനിക്ക് അതിനനുസരിച്ചുള്ളൊരു നീതി വേണം എന്ന് അത് ചോദിക്കാനുള്ള ഒരു കറേജ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൽ അതുപോലെ പോയ ഒരു വ്യക്തിയായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു സ്ട്രോങ് ഇൻറ്റൻഷൻ എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ ഡിസയർ എന്താണോ അത് നമ്മളിലേക്ക് മടങ്ങി വരും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ലൈഫിൽ നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്നീ പറഞ്ഞതുപോലെ ആ ഒരു ജസ്റ്റിസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. ഈ ഒരു പേഴ്സൺ അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത് അവിടെ ആ ഒരു വ്യക്തിക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ആ ഒരു 4 ഓഫ് സോർഡ്സ് എനർജി കാണാം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു 4 ഓഫ് കപ്സ് എനർജി ഒക്കെ വന്നിട്ടുണ്ട്. അതായത് അവിടെ ആ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് നമുക്ക് ഒരു കാര്യത്തിൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. പക്ഷേ എന്തുകൊണ്ടോ അത് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം, സാഹചര്യവശാലായിരിക്കാം, എന്ത് തന്നെ വേണമെന്നുണ്ടെങ്കിലും ആവാം. പക്ഷേ നമ്മളുടെ മനസ്സുകൊണ്ട് താല്പര്യമില്ലാതെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ആർട്ടിഫിഷ്യൽ ആയിരിക്കും എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്.
ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുന്നത് തന്നെയാണ്. മേ ബി ചിലപ്പോൾ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ അടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെ കയറി വരുന്നത് കൊണ്ടായിരിക്കാം ചില കാര്യങ്ങൾക്കെങ്കിലും ആ ഒരു സിമിലാരിറ്റി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എവിടെയാണോ ഉള്ളത് അവിടെ ആ ഒരു വ്യക്തി ഒട്ടും ഹാപ്പി അല്ല എന്നുള്ളത് മാത്രമല്ല, നമ്മൾ പറഞ്ഞതുപോലെ അവിടെ തുടരാനായിട്ട് ആഗ്രഹിക്കും പോലും ഇല്ലാത്ത ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ചിലപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല. അപ്പോഴാണ് ഇവിടെ നിങ്ങൾ, അതായത് ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സ് ആയിട്ടുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഹാർട്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതല്ല, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവരുടെ ലൈഫിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാം വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അത് വളരെ സ്റ്റഡി ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരണം എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്കിവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്രന്റീസ് ഓഫ് വാൺസ് എനർജിയാണ്. ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റെസ്റ്റ്ലെസ്നെസ്സും കൂടി നമുക്ക് അതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഒരു ക്ഷമയില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു ലോസ് ഓഫ് ഫിയർ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതും ആ ഒരു എനർജിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതായത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലേക്ക് പ്രത്യേകമായിട്ട് ഫോക്കസ് കൊടുക്കുക. നമ്മളെപ്പോഴും ഒരു കാര്യം കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനോട് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അത് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫോക്കസ് ഈ പേഴ്സൺ ഇപ്പം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു നഷ്ടപ്പെട്ട് പോയി കളയുമോ എന്നുള്ളൊരു ഭയം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കുറച്ചും കൂടി തിടുക്കം കൂട്ടുന്നതായിട്ട് കാണാം. അതായത് ഈ ഒരു വ്യക്തിക്ക് തന്നെ ക്ഷമയില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വീണ്ടും ഒരു കോൺടാക്റ്റിലേക്ക് വരുന്ന എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് ഏകദേശം ഇന്നലത്തെ ഒരു റീഡിങ്ങുമായിട്ട് കുറച്ച് കാര്യങ്ങൾക്കെങ്കിലും ആ ഒരു മാച്ചിങ് ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഓവറോളായിട്ട് നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് സംഭവിക്കുന്നുള്ളത് തന്നെയാണ് കാണുന്നത്. കാരണം ഇവിടെ ആ ഒരു റീകൺസിലേഷൻ ഉണ്ടാവാതിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്നു പോകാനുള്ള റീസൺ തന്നെ ഈ ഒരു വ്യക്തി മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം ചൂസ് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ അവരായിട്ട് തന്നെ അതിൽ നിന്ന് വിട്ടൊഴിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ കൂടുതലൊരു പ്രയോറിറ്റി തന്ന് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു റീകൺസിലേഷനും നമുക്കിവിടെ സംഭവിക്കുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ജസ്റ്റിസ്, ഒരു നീതി യൂണിവേഴ്സായിട്ട് നടപ്പാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അടുത്തതായിട്ട് എന്ത് ആക്ഷൻ എടുക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ലാസ്റ്റ് എനർജി ഇവിടെ പറഞ്ഞ പോലെ ആ ഒരു വ്യക്തിക്ക് തന്നെ ക്ഷമയില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഇനി ആ ഒരു വ്യക്തി ചെയ്യുന്ന ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്നുള്ളത് കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എടുത്തപ്പോൾ തന്നെ വന്നത് നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആ കപ്പ് ഓഫ് ലവ് ആയിട്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സ്നേഹത്തോടെ, അല്ലെങ്കിൽ ആ ഒരു ലവ് ഓഫർ ചെയ്യുന്ന വരുന്ന എനർജി മാത്രമല്ല, ഒരു ജാള്യതയോടു കൂടി വരുന്ന ഒരു എനർജി ആണെന്നും കൂടി പറയാം. അതായത് ഇവിടെ നമ്മൾ കണ്ടതുപോലെ അവർക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളോട് വരണം, സംസാരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഈഗർനെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു നമ്മൾ പമ്മി വരിക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ജാള്യതയോടുകൂടി, അതായത് നിങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സണ് മടിയുണ്ട് എന്നുള്ളൊരർത്ഥം നമുക്കിവിടെ കാണാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്ത് ഈ ഒരു വ്യക്തി വരുന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ എടുക്കുന്നില്ല. കാരണം നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമേ നോക്കിയതാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നതും എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രത്യേകിച്ച് വേറെ ഇതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയായിട്ടൊക്കെ നിങ്ങൾക്കത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു എനർജി തന്നെയാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.